മണിപ്പൂരിൽ വീണ്ടും ആക്രമണം. മുൻ MLA യാത്തോങ് ഹാക്കിപ്പിന്റെ വീട്ടിൽ ബോംബ് സ്ഫോടനമുണ്ടായി. ഭാര്യ കൊല്ലപ്പെട്ടു. മുൻ MLA ലക്ഷ്യമിട്ടുള്ള ആക്രമണമെന്നാണ് സൂചന. ഇന്നലെ രാത്രിയാണ് ആക്രമണമുണ്ടായത്. നാഷണൽ ഡെസ്കിൽ നിന്ന് അഖിലശ്രീ നമുക്കൊപ്പം. അഖിലശ്രീ, വീണ്ടും നേരെ ബോംബാക്രമണം ഉണ്ടായത് എപ്പോഴാണ്? എന്തൊക്കെയാണ് ഈ ആക്രമണം സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, ഈ കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂരിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കുക്കി വിഭാഗത്തിൽ നിന്നുള്ള മുൻ എം എൽ എ ആയ യാങ്തോങ് ഹവോക്കിപ്പിന്റെ വീട്ടിലാണ് ഇത്തരത്തിലൊരു ബോംബാക്രമണം ഉണ്ടായത്. ഇദ്ദേഹം സെയ്ക്കുൾ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് പ്രതിനിധീകരിക്കുന്ന MLA ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ചാരുബാല ഹവോക്കിപ്പാണ് മരിച്ചത്. അതായത് ഇവർ വീടിന് പിന്നിൽ മാലിന്യ കൂമ്പാരത്തിന് തീയിടുന്ന സമയത്ത് ഈ മാലിന്യ കൂമ്പാരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ബോംബ് പൊട്ടിത്തെറിക്കുകയും ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ ഭാര്യ മരിക്കുകയും 59 വയസ്സായിരുന്നു. ഇതേ സമയം ഈ വീട്ടിൽ മുൻ MLAയും മകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് ആർക്കും പരിക്കില്ല. സംഭവത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കുക്കി ആധിപത്യമുള്ള കാങ്പോങ്കി ജില്ലയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതായത് ഈ ചാരുബാല ഹൗക്ക്, അതായത് കുക്കി വിഭാഗത്തിൽ നിന്നുള്ള MLA ആയ യാങ്തോങ്ങിന്റെ ഭാര്യ ചാരുബാല മെയ്തി വിഭാഗത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇവരെ ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണമാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് മണിപ്പൂരിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നത്. പക്ഷേ ഇതൊരു കുടുംബ വഴക്കിന്റെ ഭാഗമായുള്ള ആക്രമണമാണെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതായത് ഈ യാങ്തോങ് കഴിഞ്ഞയിടെ ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് അല്പം വസ്തു വാങ്ങിയിരുന്നുവെന്നും ഇതിലുണ്ടായ തർക്കത്തിന്റെ അനന്തര ഫലമായാണ് ഭാര്യയ്ക്കെതിരെ ആക്രമണം നടത്തിയെന്നുമാണ് പോലീസ് പറയുന്നത്. എന്തായാലും മേഖലയിലാകെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുജയ.